ഗൈസ് വെൽക്കം ടു അഫ്നാൻ ആൻഡ് ഫാമിലി ഗൈസ്. അപ്പോൾ ഗൈസ് ഉണ്ടല്ലോ ഗൈസ്, നാളെ ഷിൻചാൻ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഗൈസ് നമുക്ക് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുണ്ട് ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ നമ്മൾ വെറുതെ കുറേ ആൾക്കാരുടെ മുമ്പിലിട്ട് കുറേ കളിയാക്കി ഗൈസ്. അപ്പോൾ വെൽക്കം ടു അഫ്നാൻ ആൻഡ് ഫാമിലി. ഇറ്റ്സ് മീ അഫ്നാൻ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനാണെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടി സിമിൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊരു ഹെലികോപ്റ്റർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടി പറ്റില്ല ഗൈസ്. നമുക്ക് ഫുള്ള് പ്ലാൻഡ് ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അവൻ വെറും ആളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് പോലീസാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഈ വണ്ടിക്ക് ഒട്ടും സ്പീഡ് കിട്ടുന്നില്ലല്ലോ. ഗൈസ് ഞാൻ പോയിട്ടേ, എനിക്ക് ഇത്രയും പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ വണ്ടികളൊക്കെ ഞാൻ വെക്കുന്ന സ്ഥലമാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് എടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഒരാളിനെ വിളിക്കണം ഗൈസ്. നമുക്ക് എന്തൊക്കെയായാലും ഒരാളിനെ വിളിക്കട്ടെ ഗൈസ്. ഞാൻ അവനാണെങ്കിൽ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും നമുക്ക് പോവാം ഗൈസ്. നേരെ അവനെ കൊല്ലാൻ വേണ്ടി അവർക്ക് പോവാം. കണ്ട ഗൈസ്, ഈ വണ്ടി നല്ല സ്പീഡുള്ള അടിപൊളി വണ്ടിയാണ്. ZXNR ആണ് ഗൈസ്. കാരണം എന്ന് പറഞ്ഞൊരു പൊളി വണ്ടിയാണ് ഗൈസ്. പിന്നെ കണ്ട ഗൈസ്, ഞാൻ ഭയങ്കര ഫാസ്റ്റാണ്. അയ്യോ, വണ്ടി ഇടിക്കില്ല ഗൈസ്. വണ്ടിയൊന്നും ഇടിക്കില്ല. സേഫാണ് ഗൈസ്, സേഫാണ് ഗൈസ്. ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്യട്ടെ ഗൈസ്. ഞാൻ വണ്ടിയൊക്കെ തന്നെ സ്റ്റോപ്പൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമി ഒരു ഹെലികോപ്റ്റർ അങ്ങനെന്തൊക്കെയാണ്. ഞാൻ ഒന്ന് വിളിച്ചു കേട്ടെ. ഓക്കെ ഗൈസ്, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടൊരു ഹെലികോപ്റ്റർ അവൻ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട് ഗൈസ്. ചേട്ടാ ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ. അവനും സെക്യൂരിറ്റിയാണ്. ആ വണ്ടി നമുക്ക് പിന്നീട് അങ്ങനെ വന്നെടുക്കാം ഗൈസ്. അപ്പം നമുക്ക് അവനെ പോയി കൊല്ലാം. ഗൈസ് ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അവനെ കൊല്ലാൻ വേണ്ടി. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ഗൈസ്. പോലീസ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. എൻ്റെ മോള് ലാൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ലാൻഡ് ചെയ്യാം. ലാൻഡ് ഇത് ലാൻഡ് ആവുന്നില്ലല്ലോ. ലാൻഡാവ് ലാൻഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂവും കിട്ടുന്നില്ല. ഇനിയിപ്പം ഈ ഹെലികോപ്റ്റർ എടുത്തോണ്ട് ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങേണ്ടി വരുമോ? അയ്യോ ഗൈസ്, ഇവിടെ നിന്ന് ഒരു വ്യൂവും കിട്ടുന്നില്ല. അയ്യോ ഗൈസ്, പോകട്ടെ. താക്കട്ടെ ഗൈസ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ലെങ്കിൽ ഉണ്ട് ഗൈസ്, ഇവിടെ നിന്ന് ഒരു വ്യൂവും കിട്ടുന്നില്ല. നോക്കട്ടെ ഗൈസ്, ഇവിടെ നിന്ന് ഒരു വ്യൂ അങ്ങനെ കിട്ടുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ. ഒരു വ്യൂ അങ്ങനെ ഗൈസ് കണ്ട. ഇതാണെങ്കിൽ നമ്മളെ പോലീസ് സ്റ്റേഷൻ. എനിക്കുള്ളൊരു ഡോം വെച്ച് ഞാൻ കാണിച്ചു തരുവാണ്. ഇതാണ് ഗൈസ്, ഇതാണ്ട്. ഇവനാണ് എനിക്ക് കൊല്ലേണ്ടത്. ഒരു ഡ്രോൺ അല്ല, അതിലെ കിളി അങ്ങനെ ആയിരിക്കാടാ. ചിലപ്പോൾ അത് ക്ലിയർ ആയിക്കോടാ. എനിക്കുണ്ടല്ലോ കുറേ ദിവസമായിട്ട് ജേർണി കാണണമെന്നൊരു ആഗ്രഹം ഗൈസ്. കണ്ട, ഇത്രയും വലിയ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇവിടെ എനിക്ക് നടക്കുന്ന കാര്യമില്ല. അപ്പോഴത്തേക്കും എനിക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ നേരെ ഇതാകാം. താഴോട്ടങ്ങ് ഇറങ്ങി ചെന്നിട്ട് കൊന്നിട്ട് വരാം ഗൈസ്. അല്ലാതെ ഞാൻ വേറെ വഴിയില്ല. എന്തൊക്കെയായാലും നീ ഇതെങ്ങോട്ട് പൊട്ടിയൊന്നുടോ. നിന്നെ കളിയാക്കിയല്ലേ ഗൈസ്. എന്തൊക്കെയായാലും ഇവിടെ കൊല്ലാൻ വേണ്ടി ഞാൻ പോവുകയാണ്. നീ ചെവി അടിച്ചാലോ? ചെവി കൂടെ തന്നെ അടിച്ചോട്ടിയാ.
അയ്യോ ഗൈസ് ഇവനല്ല ഗൈസ് ഇവനല്ല. വേണ്ട, ഇവനാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആള് ഗൈസ്. ചവടാ കൊന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ അവനെ തീർത്തിട്ടുണ്ട്. ഇപ്പൊ ഇവന്മാരെയൊക്കെ തീർത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. ആരെങ്കിലും എന്നെ വെടിവെച്ചോ ഗൈസ്? ഇവൻ എന്നെ വെടിവെക്കുന്നെങ്കിൽ ഞാൻ അങ്ങ് ഹെഡ് ഷോട്ട് കൊടുത്തങ്ങ് തീർത്താലോ ഗൈസ്. ഇവൻ ചിലപ്പോൾ എന്നെ പോലീസിനകത്ത് പറഞ്ഞു കൊടുക്കുക. എൻ്റെ കണ്ണിലിട്ടാകുമ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് ഓക്കെ തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നീ മാത്രം, നീ പോലീസിനകത്ത് പറഞ്ഞു കൊടുക്കൂലെന്ന് എനിക്കറിയാം. അയ്യോ നിന്നെ കാണുന്നില്ലല്ലോ. ഓ തീർക്ക്. ഓക്കെ ഗൈസ് അവനും തീർത്തിട്ടുണ്ട്. ഇപ്പൊ ഇവനാണ്. ഇവനൊന്നും സംഭവിക്കാത്ത ഇവൻ ഇറങ്ങിപ്പോയി. നീ അങ്ങനെ ഇറങ്ങിപ്പോണ്ട. നീ ഇറങ്ങിപ്പോണ്ട ഗൈസ്. നമുക്ക് വാണ്ടേഡ് ലെവൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഒരു എനിക്ക് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള വെപ്പണൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് ഞാൻ എല്ലാവരെയും കൊല്ലും ഗൈസ്. ഞാൻ അടുത്തൊരാളെ അങ്ങ് തീർത്തിട്ടുണ്ട് ഗൈസ്. ആയിരിക്കാണ് വരേണ്ട ആടാ. സീനാണ്. നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അയാളെയും കൂടെ തീർത്ത് കളയും ഗൈസ്. അല്ലെങ്കിൽ നമ്മളെ കാര്യം അയാൾ അറിയും. ഓക്കെ കിട്ടിയോ? ഓക്കെ അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. പോലീസുകാരന്മാരെ എങ്ങോട്ട് പോയി ഗൈസ്? എനിക്കിനിയിപ്പോൾ ഒരു വഴിയുണ്ട്. പിസ്റ്റൾ വെച്ച് അമ്മമാരെ ഷൂട്ട് ചെയ്ത് ഒന്ന് നോക്കാം. പിസ്റ്റൾ വെച്ച് അമ്മമാരെയൊക്കെ ഒന്ന് പേടിപ്പിച്ചുവിടാം. ഒരാൾ പേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെയും കൂടെ അങ്ങ് പേടിപ്പിച്ചങ്ങ് വിടാം. ഹെഡ് ഷോട്ട് ഇട്ടിക്കട്ടെ. അയ്യോ ഹെഡ് ഷോട്ട് ഒന്നുമില്ല ഗൈസ്. 3 സ്റ്റാർ ആയിട്ടുണ്ട്. ഇനി ഹെലികോപ്റ്റർ വരും ഗൈസ്. അപ്പോഴാണ് സീൻ. അയ്യോ ഗൈസ് അയ്യോ ഒരു എന്തൊക്കെയോ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. പോലീസ് നിൽക്കടാ. എനിക്ക് എൻ്റെ വണ്ടി വേണോടാ. പോലീസ് എനിക്ക് എൻ്റെ വണ്ടി വേണം. എനിക്ക് വണ്ടി വേണം. കേറ്. ഞാൻ ഇപ്പം ചാവുമെന്ന് തോന്നുന്നടാ. ഞാൻ എന്തൊക്കെയാലും കയറിട്ട്. അയ്യോ ഗൈസ് ഇത് ഇവന്മാരെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ ഗൈസ്. ഞാൻ എന്തൊക്കെയാലും ഓടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ നന്നായിട്ട് ഓടുന്നുണ്ട്. ആയിരിക്കും എന്നെ പിടിയാൻ വേണ്ടി പറ്റില്ല എന്ന് എനിക്ക് ചെറിയൊരു ഉറപ്പുണ്ട്. പക്ഷെ ഏത് വഴിയാണെന്നൊന്നും അറിഞ്ഞൂടാ. അയ്യോ ഗൈസ് ഞാൻ താഴെ വീണ് ഗൈസ്. ഒരു അബദ്ധം പറ്റി ഞാൻ താഴെ വീണ് പോയി ഗൈസ്. എനിക്ക് അയ്യോ ചാവല്ലേ. അയ്യോ ഗൈസ് ചത്തില്ല. ഇതുവരെ ചത്തിട്ടില്ല ഗൈസ്. ഞാൻ ഈ സൈഡിൽ കൂടെ കയറി അങ്ങ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പോകുന്നത് ശരിയല്ല ഗൈസ്. ഇനിയിപ്പോൾ വേറെ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറല്ലേ. അയ്യോ ഗൈസ് എനിക്ക് പോലീസ് അയ്യോ ഗൈസ് ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്. വന്നിപ്പോൾ താഴെ വീഴും ഗൈസ്. ഞാൻ ഇപ്പം ചത്ത് ഗൈസ്. ഗൈസ് ഞാൻ ചത്തെന്ന് തോന്നുന്നു. ഞാൻ ചത്തെന്ന് തോന്നുന്നടാ. ഗൈസ് ഇവൻ്റെ പോലീസ് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. ഓക്കെ വണ്ടി കിട്ടി. ഞാൻ ജസ്റ്റ് രക്ഷാകർത്തിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. വെള്ളത്തിൽ കയറി അടിയോ ശിവന്മാര്. അവൻ എന്നെ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തോ. പക്ഷെ എന്നെ കിട്ടിയില്ല ഗൈസ്. ഞാൻ കാരണം എന്താ പറയുക ഫാസ്റ്റാണ്. മറ്റേ അവനെ കൊന്നെയാണ് എനിക്ക് ഇച്ചിരി സീനായത് ഗൈസ്. എന്തൊക്കെയാണ് നമുക്ക് നേരെ കയറി പോകണ്ട. നമുക്കിപ്പോൾ എങ്ങോട്ട് പോകാം ഗൈസ്? ആ ഹെലികോപ്റ്റർ എടുക്കണോ? ആ ഹെലികോപ്റ്റർ കയറുമ്പോൾ സിമിയനകത്ത് പോയി കാണും. അതിന് പ്രശ്നം അറിഞ്ഞുകൊണ്ട് ഗൈസ്. ഫുള്ള് ന്യൂസൊക്കെ അറിഞ്ഞാൽ തോന്നുന്നു ഗൈസ്. ഈ കാര്യം എനിക്ക് തോന്നുന്നു ഫുള്ള് ന്യൂസൊക്കെ അറിഞ്ഞാൽ തോന്നുന്നു ഗൈസ്.
വരുമ്പോഴത്തേക്കും തോന്നുന്നു. ഞാൻ എന്തൊക്കെയായാലും സ്ഥലം വിട്ടിട്ടുണ്ട്. സ്ഥലം കാലിയാക്കി ഗൈസ്. ഞാൻ സ്ഥലം കാലിയാക്കി. അയ്യോ ഗൈസ്, ഞാൻ അവനെ അറിയാതെ കൊന്നുപോയി. വണ്ടി ഇതെന്തോന്നാടാ ഇങ്ങനെ സൗണ്ട് അടിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ 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 ചേച്ചി, സോറി ചേച്ചി. കേറി ഈ സൈഡിലേക്ക് കൂടെ പോ ഗൈസ്. ഓൾമോസ്റ്റ് രക്ഷപ്പെടാറൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ എന്താ കേറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ആ സെമി, എനിക്കൊരു വണ്ടി ഒപ്പിച്ചാടാ നീ. ഞാൻ ഒന്ന് വിളിക്കട്ടെ ഗൈസ്, അവനൊന്ന് വിളിക്കട്ടെ. ഓ ഗൈസ്, അവൻ എനിക്ക് ലംബോർഗിനി എന്നെ കൊണ്ട് തന്നു ഗൈസ്. ഇതെന്തൊക്കെയായാലും ഞാൻ ഇപ്രാവശ്യം രക്ഷപ്പെടും ഗൈസ്. ഓഫ് റോഡ് കയറാൻ വേണ്ടിയിട്ട് ഇത് ബെസ്റ്റ് അല്ലേ ഗൈസ്? കണ്ട ഗൈസ്, പോകുന്ന കണ്ട ഗൈസ്, ഭയങ്കര സ്ലോ ആണ് ഗൈസ് ഈ വണ്ടി. പക്ഷെ അപ്പൊ ഓക്കെയാണ് ഗൈസ്, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇപ്പൊ നമ്മളെ സ്റ്റാറൊക്കെ തന്നെ പോയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അവനെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഇനിയിപ്പം ഞാൻ എന്താ പോയി. അയ്യോ ഗൈസ്, എന്റെ ലംബോർഗിനി. അയ്യോ സിമിയന്റെ ലംബോർഗിനിയാണ് ഗൈസ്. പക്ഷെ ലംബോർഗിനി എനിക്ക് ഞാൻ അയ്യോ അയ്യോ ഗൈസ്, എന്റെ ലംബോർഗിനിയുടെ അവസ്ഥ നോക്കൂ ഗൈസ്. ഇനിയിപ്പോ ഈ സിമിയനെ ഇനിയിപ്പോ എങ്ങനെയാടാ ലംബോർഗിനി കൊണ്ട് കൊടുക്കുന്ന? എടാ ലംബോർഗിനി ഫുള്ള് പോയടാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. എന്തൊക്കെയായാലും നമുക്ക് ഗൈസ് പോകുന്നൊരു ഓടിയല്ലേ, ഓടി കൊണ്ട് കൊടുത്തിട്ട് അവനെ ഓക്കെ ആക്കിയല്ലേ. വേണ്ട ഗൈസ്, സോറി ഏട്ടാ, അറിയാതെ കുത്തിയതാ. എന്ത് കുട്ടിയാ ഗൈസ്, അറിയാതെ ഞാൻ പറഞ്ഞ കുത്തിയതാണ്. ചേട്ടാ മാറ്, എവിടെ നോക്കിട്ടോ വണ്ടി ഓടി? എന്താ ചേട്ടാ പറഞ്ഞത്? എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? ആ നീ എന്തിയാ എൻ്റെ അടുത്ത് പറയുന്നു? പോടാ നീ, എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നിരിക്കുന്നു ഗൈസ്. ഞാനങ്ങ് തീർത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ്, നല്ല സ്പീഡിലാണ് ഗൈസ് പോകുന്നത്. മിക്കവാറും നമ്മൾ തലയിടിച്ച് അവിടെ കിടക്കുമെന്ന് എനിക്ക് പോക്കിൻ്റെ അകത്ത് പോകുന്നുണ്ട് ഗൈസ്. അയ്യോ അയ്യോ ഗൈസ്, ഞാൻ ഭയങ്കര ഫാസ്റ്റാണ് ഗൈസ്. മെക്ലാറൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പിടിച്ച് മെക്ലാറൻ കൊടുത്ത് ഹാപ്പി ആക്കാൻ. പക്ഷെ മെക്ലാറിനൊന്നും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. നമ്മൾ ഒരു ദിവസം ഇവിടെ വന്നിട്ട് കാർ എടുക്കും. അങ്ങനെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെസ്റ്ററിൻ്റെ അകത്ത് അങ്ങനെ ഒന്ന് പോയി ചോദിച്ചോ കേട്ടോ ഗൈസ്, വല്ല മിഷൻ ഗൈസ്. നമ്മളെ ZX10R ഓൾറെഡി ഒരു ഇരിപ്പുണ്ട്. ആ ഇവിടുത്തെ ജോലിക്കാരനല്ലേ ചേട്ടാ? ചേട്ടാ എന്തോടോ ചേട്ടാ, ഇത് നിങ്ങളെ വണ്ടിയാണ്. എന്തെങ്കിലും ഞാൻ ഇച്ചിരി ഒരു പോലീസ് കേസൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ആ ശരി. അപ്പോഴത്തേക്കും എനിക്കുണ്ടല്ലോ ഒരു ഇതും അറിയാതെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്താ പത്തോടോ? ഞാനാണെങ്കിൽ അറിയാതെ ഉണ്ടല്ലോ വണ്ടി ഇടിച്ച് പഞ്ചറാക്കി. അത്രേ ചെയ്തോളൂ? വണ്ടി ഇടിച്ച് പഞ്ചറാക്കിയെന്നോ? എനിക്ക് എത്ര ധൈര്യമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി. നമ്മള് കണ്ടോണ്ടിയാ അങ്ങനെ പറഞ്ഞാൽ ഞാൻ കൊല്ലും. അയ്യോ ഗൈസ്, ZX10R വെച്ചിട്ട് എന്നെ റേസ് വയ്ക്കണോ തോന്നുന്നു. അത് അവരുടെ വണ്ടിയല്ലേ ഗൈസ്. ഇനിയിപ്പോൾ എങ്ങനെ ഓടി അവിടം വരെ എത്താമെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഫുള്ള് പോലീസ് കേസാണല്ലോ ഗൈസ്. അയ്യോ എന്നൊന്നും ഇടിക്കില്ലേ, പോടാ, എനിക്കെന്നെ പിടിക്കാൻ വേണ്ടി പറ്റൂല. ഈ ലംബോർഗിനി എന്തിനാണെന്ന് അറിയാമോ ഗൈസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്? പോടാ ലംബോർഗിനി, കറങ്ങി ഇവിടെ നിന്ന് ചാടാം. അയ്യോ ഗൈസ്, എന്തൊക്കെയോ ആയിപ്പോയി ഗൈസ്. ഇവിടെ നേരെ ഒറ്റച്ചാട്ടം.
അയ്യോ ഗൈസ് കിട്ടിയില്ല ഗൈസ്. ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേന്നൊക്കെ പറഞ്ഞാൽ ആ മതിലും കയറി നമ്മളെ നേരത്തെ ഒളിക്കൽ സ്ഥലത്തിൽ പോയിരുന്നു ഒളിച്ചിരിക്കാം. അയ്യോ ഗൈസ് ഇതിൽ നമ്മൾ ചത്തെന്ന് തോന്നുന്നു ഗൈസ്. കാണുമെന്ന് പറഞ്ഞാൽ ഇത് ഇവന്മാര് ഇവന്മാരാണെങ്കിൽ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞൂടാ. അയ്യോ ഗൈസ് പോടാ, എന്നെ പിടിക്കാനും പറ്റൂല. അയ്യോ ഗൈസ് ഞാനാണെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഗൈസ്. എന്നെ വണ്ടിയൊന്നും ഇടിക്കല്ലേ. അയ്യോ അയ്യോ വണ്ടിയൊന്നും ഇടിക്കല്ലേ. അയ്യോ ഓ ഗൈസ് അത് അടിപൊളി ഒരു ജമ്പൊക്കെ തന്നെയായിരുന്നു ഗൈസ്. കറക്റ്റ് സമയത്ത് ഒരു ജമ്പ് വന്ന്. അയ്യോ സോറി ചേട്ടാ സംഭവിച്ചില്ല. കുഴപ്പമില്ല ചേട്ടാ, ഞാൻ പോയാണ്. ബൈ ബൈ സീ യു. പിന്നുണ്ടല്ലോ വേറെ കാര്യം. അയ്യോ ഗൈസ് ഞാൻ എന്ത് ഗൈസ് നമ്മളെ സ്റ്റാറൊക്കെ തന്നെ പോയിട്ടൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ പതുക്കെ തന്നെയാണ് ഗൈസ് പോകുന്ന. അല്ലെങ്കിൽ എന്നെ അവന്മാരൊന്ന് പിടിക്കും പക്ഷെ ഒരു ഗൈസ് ഇത് കഴിഞ്ഞിട്ടൊരു അബദ്ധം പറ്റിയായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ നേരെ കോഴിക്കൊടുത്ത പോലീസുകാരുടെ അടുത്തോട്ട്. അങ്ങനെയാണെങ്കിൽ അവരെന്നെ 10 ദിവസം ജയിലിലിട്ട് അവന്മാരെൻ്റെ ഫുള്ള് വീടും എല്ലാം കൊണ്ടുപോയി ഗൈസ്. അപ്പം എനിക്കൊന്നുമില്ല. അവന്മാർ പറയുന്ന 1000 കോടി വേണമെന്ന് ഗൈസ്. 1000 കോടി. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഈ എക്സാക്ട് ടെക്സ്റ്റൈനാർ വരെ ആരും നമ്മളല്ല ഗൈസ്. ഇപ്പം എക്സാക്ട് ടെക്സ്റ്റൈനാർ ഫുള്ളും തിരിച്ചു തരണമെങ്കിൽ അവർ 1000 കോടിയാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വീട് പോലും ഇല്ല ഗൈസ്. അങ്ങനെ ഗൈസ് വീട് പോലും ഇല്ലാത്ത ഞാനാണ് ഗൈസ്. ഞാനെ തീർക്കാൻ വേണ്ടി ട്രൈ ചെയ്യട്ടെ. അയ്യോ ഗൈസ് പക്ഷെ നമുക്ക് ആ വണ്ടി ആവശ്യമില്ല ഗൈസ്. കാരണം ബൈക്കാണ്. അപ്പം ഇവിടെ എന്താടാ ഒരു വണ്ടി വരത്ത. ഓക്കെ എഫേർഡ് ഇങ്ങോട്ട് എടുക്കാം ഗൈസ്. നമുക്ക് ആ എഫേർഡ് ഇങ്ങോട്ട് എടുക്കാം ഗൈസ്. ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഭയങ്കര ട്രൈയില്. വണ്ടിയാടാ ഇവനെന്താ വരാത്ത. വാടാ, ഞാനൊന്നും ചെയ്യത്തില്ല. ഗ്ലാസ് ഒന്നും പൊട്ടിക്കില്ലേ. ഓക്കെ ആ വണ്ടി എനിക്ക് വേണം. ഈ വണ്ടി എനിക്കിത് വേണം ഗൈസ്. ഈ വണ്ടി എനിക്ക് വേണം ഗൈസ്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ വണ്ടി സ്വന്തമായിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഇത് ഒട്ടിച്ചുകൊണ്ട് ഗൈസ് നേരെ നമുക്ക് സിമിയൻ്റെ അകത്ത് ഏതെങ്കിലും വർക്ക് വയ്ക്കാൻ വേണ്ടി പോവാം ഗൈസ്. സിമിയൻ്റെ വീട് ഏതാ? ഇങ്ങോട്ട് പോയി ഗൈസ്. ഗൈസ് സിമിയൻ്റെ വീട് ആയിട്ടുണ്ട് ഗൈസ്. സിമിയൻ്റെ വീട് ഗൈസ് ലെസ്റ്റൻ്റെ വീടാണ് ഗൈസ്. ഞാൻ പറഞ്ഞ മാറിപ്പോയത് ലെസ്റ്റൻ്റെ വീട്ടിലോട്ടാണ് ഗൈസ് പോകുന്നത് ഗൈസ്. ഞാൻ എന്തിനാ ഗൈസ് വണ്ടി കയറുന്നത്? അതെന്തോ ബഗ് വന്നു തോന്നുന്നു ഗൈസ്. നമുക്ക് അതിൻ്റെ വീട്ടിൻ്റെ അകത്ത് പോയി ചോദിച്ചു നോക്കാം. അകത്തോട്ട് കയറുവാടോ. ഓക്കെ ഗൈസ്. അപ്പം ഗൈസ് അവൻ പറഞ്ഞിട്ടുള്ള ജോലി എന്നൊക്കെ പറഞ്ഞാൽ ജുറാസിക് പാർക്കിൽ നിന്ന് 5 ഡിനോസറെ കൊല്ലണമെന്നാണ് ഗൈസ്. കൊന്നിട്ട് അതിൻ്റെ മുട്ട എടുക്കുക. അതാണ് ഗൈസ് നമ്മളെ ജോലി. അതൊക്കെ ഈസിയാണ് ഗൈസ്. അങ്ങനെ അവൻ പറഞ്ഞൊരു 1000 കോടി നമുക്ക് തരാമെന്നാണ്. അതും 1000 കോടി. ആ മുട്ടയ്ക്ക് സത്യം പറഞ്ഞ 5000 കോടിയാണ് ഗൈസ് ഒരെണ്ണത്തിൻ്റെ വില പറഞ്ഞത്. അവൻ പറഞ്ഞ എല്ലാ മുട്ടയും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കേസ്. നമുക്ക് 1000 കോടി മതി ഗൈസ്.
കാരണം എന്ന് പറഞ്ഞാൽ ജുറാസിക് പാർക്കിലത്തെ മുട്ട എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് റെയർ മുട്ടകളാണ് അവന്മാരൊക്കെ ഇടുന്നത്. അതാണ് ഗൈസ് നമുക്ക് എന്തായാലും ജുറാസിക് പാർക്കിലോട്ട് പോകാം. ജുറാസിക് പാർക്കിലോട്ട് ദൂരമുണ്ട് ഗൈസ്. ഞാൻ പോവുകയാണ് ഗൈസ് ജുറാസിക് പാർക്കിൽ. എന്താ ഗൈസ് ഡോറടങ്ങി. ഞാൻ ജുറാസിക് പാർക്കിലോട്ട് പോവാം. ജുറാസിക് പാർക്ക് ഗൈസ്. ഞാൻ ജുറാസിക് പാർക്കിൻ്റെ അകത്തൊക്കെ തന്നെ കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. അയ്യോ ഗൈസ് നല്ല കുറേ പുല്ലുകളുണ്ട് ഗൈസ്. കുറേ പുല്ലുകളുണ്ട് ഗൈസ്. കുറേ പുല്ലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയായാലും മുട്ടയാണ് ഗൈസ് വേണ്ട. ഇവിടെ മുട്ടയൊന്നും അതിന് കാണുന്നില്ലല്ലോ ഗൈസ്. ഞാൻ തപ്പാം. നമുക്ക് മുട്ട ഉണ്ടാകാൻ നോക്കാം ഗൈസ്. മുട്ടയൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. നമുക്കെന്തൊക്കെ നോക്കാം ഗൈസ്. മുട്ട ഇവിടെ എങ്ങനെ ഉണ്ടാകുന്നു ഗൈസ്. ഉണ്ടാകാൻ നോക്കട്ടെ. ഏതെങ്കിലും മുട്ട എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോയി എടുക്കാം. അയ്യോ ഗൈസ് ഇപ്പൊ തട്ടിയാണ് ഗൈസ് എന്നെ വണ്ടിയിട്ട് ഇങ്ങനെ പോയി. അല്ലെങ്കിൽ അയ്യോ ഗൈസ് ഇവിടെ കാണുന്നില്ല. അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നുണ്ട് ഡൈനോസറെ കൊല്ലുന്നോണ്ടാണ് ഗൈസ്. അല്ലാതെ ഇപ്പൊ വേറൊരു വഴിയില്ല. അയ്യോ ഗൈസ് അപ്പൊ എവിടെയോ വന്ന് കേറി ഇടിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല ഇത് തന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് കയറാം ഗൈസ്. ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഒന്നും മുട്ടയൊന്നും കാണുന്നില്ല. അപ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയായാലും ലെസ്റ്ററിനെ വിളിച്ചു നോക്കാം ഗൈസ്. മുട്ട കിട്ടുമെന്ന്. ഒരു ദിനോസറിൻ്റെ അടുത്ത് നിന്ന് 5 മുട്ട കിട്ടുമെന്നാണ് ഗൈസ് പറഞ്ഞത്. ഗൈസ് അവനെ വിളിക്കട്ടെ. ഓക്കെ ഗൈസ് ഇവിടെ ഒരു അടിപൊളി ഒരു ഡൈനോസർ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് കൊല്ലാം ഗൈസ്. ഞാൻ കൊല്ലാം. ടീറെക്സ് ആണ് ഗൈസ്. ഞാൻ തീർത്തിട്ടുണ്ട് ഗൈസിനെ. ഞാൻ മുട്ട ഫുള്ള് ഒരു ബാഗിൻ്റെ അകത്താകട്ടെ ഗൈസ്. ഇപ്പം ആരും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു മാസ്കും കൂടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാനും ഒരു ഡിനോസറാണ് അപ്പോൾ ഗൈസ്. ഈ ഡിനോസറിൻ്റെ മാസ്ക് ഉള്ള ഞാനിപ്പോൾ ഡിനോസറാണ്. കാണുമെന്ന് പറഞ്ഞുണ്ടല്ലോ പോലീസുകാരൊക്കെ ഈ മുട്ട നമ്മളെ പിടിക്കുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. മുട്ട കയ്യിലിരിക്കുന്ന കണ്ടാൽ അപ്പം തന്നെ പിടിച്ചോണ്ട് പോകുന്ന നമ്മളായിട്ട് പോലീസ് പറഞ്ഞിട്ടുള്ള. പിന്നെ ഇത് ലീഗലാണ്. എന്നാലും ഗൈസ് നമുക്ക് 1000 കോടി വേണം പോലീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഗൈസ് ചെയ്യുന്നത്. അയ്യോ ഗൈസ് ജമ്പ്. അയ്യോ ഗൈസ് മുട്ടയ്ക്കും സംഭവിക്കില്ലേ. മുട്ടയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. അയ്യോ ഇതെന്താ ഗൈസ് ഡോറൊക്കെ പൊളിഞ്ഞ്. ഗൈസ് ഞാൻ മുട്ടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കട്ടെ ഗൈസ്. മുട്ടയ്ക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ഗൈസ് പോകേണ്ടത്? ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഇങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇങ്ങോട്ട് പോയാൽ എനിക്ക് നമ്മൾ വീട്ടിലോട്ട് എത്തുന്നതാണ് ഗൈസ്. കുറേ നേരം ഡ്രൈവ് ചെയ്യണമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഇത് കുറേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഗൈസ്. പക്ഷെ സ്പീഡിലാണ് ഗൈസ് ഡ്രൈവ് ചെയ്യുന്നത്. ഓ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി സ്ഥലത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ എത്തി ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ മുട്ട എടുത്ത് ലെസ്റ്ററിനൊന്ന് കൊടുത്തിട്ട് പറയട്ടെ പൈസ തരാൻ. എൻ്റെ അടുത്ത് പൈസ തരാൻ വേണ്ടിയിട്ട് പറയട്ടെ. മുട്ട കൊടുത്തിട്ട് ഞാൻ പറയട്ടെ ഗൈസ് എൻ്റെ അടുത്ത് പൈസ തരാൻ വേണ്ടിയിട്ട്. ലെസ്റ്ററേ ഇതെങ്ങോട്ടാ ഗൈസ് ഞാൻ കയറി പോകുന്നത്? അയ്യോ
ലെസ്റ്ററേ, ലെസ്റ്ററേ, എന്തുവാണോ വിളിച്ചു പോകുന്ന ഒറ്റത്തോട്ട് പോണോ? അവൻ്റെ അടുത്ത് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് നമുക്ക് ബാഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പൈസ ഫുൾ ഓഫ് ബാഗാണ് ഗൈസ്. അപ്പോഴത്തേക്ക് ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. മറ്റേ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുക. 1000 കോടി കൊടുത്താൽ പക്ഷെ അവന്മാർ എനിക്ക് വേറെ ഡീലും, നീ എനിക്ക് 1000 കോടി തന്നാൽ ഞാൻ നിനക്ക് ഫുള്ള് സ്ഥലവും ഞാൻ നിന്നെ ഗവൺമെൻറ് ആക്കി തരാം. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അല്ലെങ്കിൽ ഞാൻ അവരെ കൊന്നിട്ട് എടുത്തേനെ കേസ്, വീട് സ്ഥലമൊക്കെ എടുത്തേനെ. ആ ഡീലേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് നമുക്ക് കൊന്നാലും ഇടിച്ചാലും ഒരു പ്രശ്നവും കാണൂല കേസ്. അപ്പോൾ കേസ് ഈ ഡീല് ഞാൻ ഓക്കെ ആക്കിയിട്ട് ഞാൻ ഇവിടുത്തെ പ്രസിഡൻ്റ് ആയി കേസ്. കൊള്ളാം, ഞാൻ ഇവിടുത്തെ പ്രസിഡൻ്റായി. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പീച്ച് കൊടുക്കാം. നമുക്ക് എന്തൊക്കെയായാലും സ്പീച്ച് കൊടുക്കണമല്ലോ ഗൈസ് ആൾക്കാർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് സ്പീച്ച് കൊടുക്കണമല്ലോ. ഞാൻ എന്തൊക്കെയാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എന്താ പോലീസ് സ്റ്റേഷനിലോട്ട് ആരും കാണുന്നില്ലല്ലോ. പോലീസുകാരാ, ഞാനാണ്ട്രാ പുതിയ ഗവൺമെന്റ് ആവുമെന്നിട്ട് നിനക്ക് പറഞ്ഞ ഡീല് നീ കംപ്ലീറ്റ് ചെയ്ത. അതൊക്കെ എപ്പോഴും ഞാൻ കംപ്ലീറ്റ് ചെയ്തു സാർ. ഇപ്പൊ ഞാനല്ലേ ഗവൺമെന്റ് സാർ, അതെനിക്കാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ്. എനിക്കിപ്പോൾ ലൈറ്റ് അടിച്ച് വിളിച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ല സാർ. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഗവൺമെന്റ് അല്ലേ. സാർ ഞാൻ സാർ പറഞ്ഞ പണി ചെയ്തു സാർ. നീ ചെയ്തു സാർ. സാർ പറഞ്ഞ എല്ലാ പണിയും ഞാൻ ചെയ്തു. എടാ നീ സത്യമായിട്ടാണോ പറയുന്നത്? നീ ചെയ്തോ? ആ സാറേ ഞാൻ ചെയ്തു. ഞാൻ പൈസ തന്നെ, പൈസ അങ്ങോട്ട് തരാം. ഓക്കെ, ഞാൻ പൈസ ഇട്ടുണ്ട് സാറേ. എടോ ഇത് ഫുള്ള് റിയൽ മണി തന്നെയാണല്ലോ. ആ റിയൽ മണിയാ സാർ, അല്ലാതെ എനിക്ക് കള്ളത് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ കള്ളക്കാഴ്ച ചെയ്തിട്ട് ഇപ്പൊ നീ ആട്രാ ഗവൺമെന്റ് കൂടിയ. യെസ് സാർ, സാറാണോ സാർ പുതിയ ഗവൺമെന്റ്? ഞാനാ പുതിയ ഗവൺമെന്റ്. ഇടിക്കണോ? നീ എന്റെ എന്താണ് പറഞ്ഞേ? എന്നെ ഒട്ടും ഇഷ്ടമല്ല. എടാ പോലെ എന്തിനാണോ പോലെ പറയുന്നത്? ജയിൽ പുള്ളിയാണ് സാർ. ജയിൽ പുള്ളിയായിരുന്നു. ഓക്കെ, ജയിൽ പുള്ളിയായിരുന്നത് ഗൈസ്. അത് ഈ ജയിൽ പുള്ളിയായിരുന്നാണ് ഗൈസ് പറഞ്ഞ. അയാള് ജയിൽ പുള്ളി. ജയിൽ പുള്ളികളൊക്കെ എന്തിനാന്ന് അറിഞ്ഞൂടാ ഗൈസ് ഇതിനകത്ത് പിടിച്ചിടുന്ന. എനിക്കൊക്കെ വട്ടാന്നാണ് ഗൈസ് തോന്നുന്നത് ജയിൽ പുള്ളിനെ പിടിച്ചിടും. ഇനിയൊരു സ്പീച്ചും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഞാനാണെങ്കിൽ നേരെ പോയിട്ട് സ്പീച്ച് അങ്ങ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അയ്യോ സാർ പറ്റൂ സാർ? ഒന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. ഹലോ, എല്ലാവർക്കും വന്നിരിക്കുന്ന ഈ പുതിയ ഗവൺമെന്റ് ആയിട്ടുള്ള ആഫ്റ്ററായിട്ടാണ്. ഈ ഗവൺമെന്റ് ആഫ്റ്റർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും. ഈ ഗവൺമെന്റ് ആഫ്റ്റർ എന്ത് വേണമെങ്കിലും ചെയ്തു തരും. പക്ഷെ ഇവിടുത്തെ റൂളൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഓഫീസേഴ്സ്, ഞാൻ വല്ല കുറ്റം ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പിടിക്കാവുന്നതാണ്. പക്ഷെ അവനെ നോക്കൂ,
അവൻ്റെ ഹെൽമെറ്റ് തീരുന്നു. ഇവിടെ കേസ് എക്സ്റ്റൻഡർ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവൻ ഓട്ടിക്കുന്നു. ആ തെറ്റാണ്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അവനങ്ങ് കൊന്നു ഗൈസ്, കൊന്നു. അപ്പൊ ഗൈസ് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തോണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തോണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.